everyone, welcome back to Future Powered by Google. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th CBSE സോഷ്യൽ സയൻസിലെ ഷേപ്പിംഗ് ഓഫ് ദ എർത്ത് സർഫേസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ ടോപ്പിക് ആണ്. അതിനു മുൻപ് മിസ് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഒരു മുത്തശ്ശനും ഒരു കുട്ടിയും കൂടെ സ്കൂൾ വിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞതേ വലിയ മലയാണല്ലേ മുത്തശ്ശ, അവിടേക്കൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമായിരിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മുത്തശ്ശൻ പറയാണ്, അല്ല മോനെ, മുത്തശ്ശന്റെ പണ്ട് കുഞ്ഞിക്കാലത്ത് മുത്തശ്ശൻ കുഞ്ഞാവുന്ന സമയത്ത് ചെറിയ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മോനെ ഇതായിരുന്നില്ല മലയുടെ വലിപ്പം എന്ന് പറയുന്നത്. വലിയ 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 മലകളായിരുന്നു, അതൊക്കെ വലിയ മലയായിരുന്നു. ഇപ്പൊ അതൊക്കെ ചെറിയ മലയായിട്ട് മാറിയതല്ലേ എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, അതെന്താ മുത്തശ്ശ, ഇങ്ങനെ മണ്ണൊക്കെ എടുത്തിട്ടാണോ മല ഇങ്ങനെ ചെറുതായതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല, ഇതൊക്കെ പ്രകൃതിയുടെ വിവിധ തരത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ടുണ്ടായതാണെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, അത് എന്തൊക്കെയാണ് മുത്തശ്ശ? അപ്പൊ മുത്തശ്ശൻ പറയാണ്, വെതറിങ്ങും ഇറോഷനും കൊണ്ടാണ് പാറകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരാൻ കാരണം, മലകളൊക്കെ ഇങ്ങനെ ചെറുതായി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ആ ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, വെതറിങ് ആൻഡ് ഇറോഷൻ. ഓക്കെ, എന്താണ് വെതറിങ് എന്ന് നോക്കാം. വാട്ട് ഈസ് വെതറിങ്? Weathering is the process by which rocks are broken down in their original position without being transported away by physical, chemical, biological agents. Think of it as the slow crumbling of rock over hundreds of years. എന്തുകൊണ്ടാണ് പാറകളൊക്കെ പൊടിയുന്നത്? പാറകളൊക്കെ പൊടിയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഫിസിക്കലും കെമിക്കലും ബയോളജിക്കലുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വെതറിങ് സംഭവിക്കുന്നത്. റോക്കുകൾക്കൊക്കെ ബ്രോക്കൺ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വെതറിങ് കൊണ്ടാണ്. വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസ് കാരണം. ഓക്കെ, സെറ്റ് അല്ലേ? നോക്കാണ്, നമുക്ക് അടുത്ത് നോക്കാണ്. ഇതാ, ഫിസിക്കൽ ഏജൻസുകൾ കാരണം, കെമിക്കൽ ഏജന്റുകൾ കാരണം, ബയോളജിക്കൽ ഏജന്റുകൾ കാരണമാണ് എന്തുണ്ടാവുന്നത്? പാറകളൊക്കെ പൊടിയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് വെതറിങ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വെതറിങ്? ഏതൊക്കെയാണ്? ഫിസിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. എന്തൊക്കെയാണ് ഫിസിക്കൽ, മെക്കാനിക്കൽ എന്ന് പറയുന്നത്? ഏജന്റുകള് ടെമ്പറേച്ചറും ഫ്രോസ്റ്റും വിൻഡും ഒക്കെയാണ് ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ, മെക്കാനിക്കൽ ഏജന്റുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രോസസ്സ് സംഭവിക്കുക? ഈ ടെമ്പറേച്ചർ കാരണം ഒക്കെ എന്ത് സംഭവിക്കുന്നു? സ്മോളർ പീസസ് ആയിട്ട് എന്ത് സംഭവിക്കും? പാറകളൊക്കെ പൊടിയും, റോക്കുകൾക്കൊക്കെ പൊടിയും. ഓക്കെ, നോ കെമിക്കൽ ചേഞ്ചസ്. അവിടെ എന്തുണ്ടാവില്ല? നോ കെമിക്കൽ ചേഞ്ചസ് ഒന്നും അല്ല അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, റോക്സ് ക്രാക്കിംഗ് ഡ്യൂ ടു ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഇൻ ഡെസേർട്സ്. എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ എന്ത് സംഭവിക്കുന്നു? കൂളും, അല്ലെ, നല്ല തണുപ്പും ടെമ്പറേച്ചറിലെ വേരിയേഷൻസ് ഒക്കെ കാരണം പാറകൾ എന്ത് ചെയ്യുന്നു? പൊടിയുന്നു. ഇനി കെമിക്കൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പാറകളുടെ മുകളിലൊക്കെ തുരുമ്പ് ഉണ്ടാകും, അല്ലെ, അതായത് ആണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. അതെന്താ? കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടാണ്. ഓക്കെ, വാട്ടർ, ഓക്സിജൻ, CO2, ആസിഡ്സ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഏജന്റുകൾ എന്ന് പറയുന്നത്. പാറ പൊടിയാനുള്ള കെമിക്കൽ ഏജന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, റോക്ക് മിനറൽസ് changing chemically. Rusting of iron in rocks. അല്ലെ, ആണികളൊക്കെ റോക്സിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? തുരുമ്പ് പിടിക്കുന്നു. അതെന്ത് കാരണമാണ്? ഈ കെമിക്കൽ റിയാക്ഷൻ കാരണമാണ്. ഓക്കെ, ഇനി ബയോളജിക്കൽ നോക്കാം. അല്ലെ, മരങ്ങളുടെ ഒക്കെ വേരുകൾ ഇറങ്ങിയിട്ട് എന്ത് സംഭവിക്കാം? പാറകളൊക്കെ പൊടിയാനുള്ള ചാൻസസ് ഉണ്ട്. റൂട്ട്സ്, ആനിമൽസ് ആൻഡ് മൈക്രോബ്സ്, ലിവിങ് തിങ്സ് ബ്രേക്ക് റോക്സ്. അതെന്ത് ചെയ്യും? ഇങ്ങനെ പൊടിഞ്ഞു പോകാന് കാരണമാകും. ട്രീ റൂട്ട്സ് ക്രാക്കിംഗ് എ വെൽ ഔട്ട്സൈഡ് ബാഗ്. ഓക്കെ, ഇങ്ങനെ പാറകളുടെ മുകളില് വരുന്ന വലിയ വലിയ മരങ്ങളുടെ ഒക്കെ വേരുകൾ കാരണം എന്തുണ്ടാകാം? പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് വെതറിങ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. ഓക്കെ, ഇനി നമുക്ക് ഇറോഷൻ എന്താ നോക്കാല്ലേ. ഈ പാറകളൊക്കെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും പൊടിഞ്ഞ ആ ഭാഗത്ത് നിന്ന് അവർ വേറൊരു ഭാഗത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള കാരണമാണ് എന്തെന്ന് പറയുന്നത്? ഇറോഷൻ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഇറോഷൻ ഇസ് എ പ്രോസസ് പിക്കിംഗ് അപ്പ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ദ weathered materials from one places to another. എന്ത് ചെയ്യുന്നു? ആ weathered ആയിട്ടുള്ള ചെയ്യുന്നറിയോ? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇറോഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാ? റണ്ണിങ് വാട്ടർ, അല്ലെ, റണ്ണിങ് വാട്ടർ, അല്ലെ, മലമുകളിൽ നിന്നൊക്കെ വരുന്ന വാട്ടർ കാരണം എന്ത് ചെയ്യുന്നു? മലമുകളിൽ നിന്നൊക്കെ പൊടിഞ്ഞിട്ടുള്ള പാറകളൊക്കെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ താഴെ വന്ന് എന്ത് ചെയ്യുന്നു?
ചെയ്യുന്നതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇറോഷന്റെ ഏജന്റുകൾ ആരൊക്കെയാണ്? വാട്ടർ, റണ്ണിങ് വാട്ടർ, വിൻഡ്, റണ്ണിങ് വാട്ടർ കൊണ്ടും കാറ്റ് കൊണ്ടും ഗ്ലേഷ്യറീസ് കൊണ്ടും വേവ്സ് കൊണ്ടൊക്കെ എന്തുണ്ടാകും മക്കളെ? ഇറോഷൻ ഉണ്ടാകും. ഇറോഷന്റെ ഏജന്റുകളാണ് ആരൊക്കെ? ഗ്ലേഷ്യറീസ് ആൻഡ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ വെതറിംഗ് ആൻഡ് ഇറോഷൻ. ഈ വെതറിങ്ങും ഇറോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമുക്ക് നോക്കാം. വെതറിങ്ങിന്റെ മൂവ്മെന്റ് എങ്ങനെയാ മക്കളെ? നോ മൂവ്മെന്റ് അല്ലെ? മൂവ്മെന്റ് ഉണ്ടാവില്ല വെതറിങ്ങിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറോഷനോ? മെറ്റീരിയൽ ഈസ് ട്രാൻസ്പോർട്ടഡ് എവേ അല്ലെ? വേവ്സിലൊക്കെ കൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പോകും. ഇനി പ്രോസസ് എങ്ങനെയാണ്? ബ്രേക്കിംഗ് ഡൗൺ റോക്സ് ഇൻ എ പ്ലേസ്. ആ പ്ലേസിൽ തന്നെ എന്ത് ചെയ്യും? റോക്കുകൾ ഇങ്ങനെ എന്ത് ചെയ്യും? പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നതാണ് അല്ലെ? കെമിക്കൽ റിയാക്ഷൻ കൊണ്ട്, ബയോളജിക്കൽ ആയിട്ടുള്ള റിയാക്ഷൻ കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതാണ്. ഇറോഷൻ എങ്ങനെയാണ്? പിക്കിംഗ് അപ്പ് ആൻഡ് ക്യാരിങ് ഓഫ് മിനറൽസ് അല്ലെ? പിക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇറോഷൻ എന്ന് പറയുന്നത്. ഏജന്റുകൾ ആരൊക്കെയാണ്? സൺ, റെയിൻ, ഫ്രോസ്റ്റ്, ബയോളജിക്കൽ ഏജന്റ്സ് ആണ് അല്ലെ വെതറിംഗ് എന്ന് പറയുന്നത്. ഇറോഷന്റെ ഏജന്റുകൾ ആരൊക്കെയാണ്? റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യറീസ് ആൻഡ് വേവ്സ്. ഓക്കെ, ഇനി എന്താണ് ആ വെതറിംഗ് കൊണ്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്? ലൂസ് സെഡിമെന്റ് സോയിൽ ഫോർമേഷൻ അല്ലെ? ലൂസ് ആയിട്ടുള്ള സെഡിമെന്റ് സോയിൽ ഫോർമേഷൻ ആണ് ഉണ്ടാവുന്നത് വെതറിംഗ് കൊണ്ട്. ഇറോഷൻ കൊണ്ട് എന്തൊക്കെയാ ഉണ്ടാവുന്നത്? ഗ്ലേഷ്യറീസും വാലീസും കന്യോൺസും ബീച്ചസും ഒക്കെയാണ് മക്കളെ എന്തുണ്ടാവുന്നത്? ഇറോഷൻ കൊണ്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വെതറിങ്ങും ഇറോഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടില്ലേ? ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലോ. എക്സാമിന് എല്ലാവരും സെറ്റ് അല്ലേ? അപ്പൊ വേഗം മക്കൾ എന്ത് ചെയ്യാ? നമ്മൾ ഈ ഒരു ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വേഗം കൂടിക്കോളൂ. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.